അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 2 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 2 ഇതാണ്. ദ വാല്യൂ ഓഫ് സമ്മേഷൻ കെ ഫ്രം 1 to infinity -1 raised to k plus 1 into k plus 1 by k factorial. ഇങ്ങനെ ഒരു സമ്മേഷൻ ഫ്രം 1 to infinity വിത്ത് താഴെ ഡിനോമിനേറ്ററിൽ k ഫാക്ടോറിയൽ ആണെങ്കിൽ നിങ്ങൾ ഓർക്കേണ്ടത് ഇതാണ്, e raised to x. അതെന്താണ്? ഇതാണ് e raised to x, which is actually summation k from 0 to infinity x raised to k divided by k factorial ആണ്. ഓക്കെ, അപ്പോൾ ഈ എന്താണ്? എക്സിന് 1 കൊടുത്താൽ മതി. 1 പ്ലസ് 1 by 1 factorial 1 square by 2 factorial which is summation from k 0 to infinity 1 by k factorial. 1 by k factorial അല്ല, 1 by k factorial, അതാണ് ഈ. അപ്പൊ ഇത് വെച്ചിട്ടാണ് ഇത് ചെയ്യേണ്ടി വരിക. ഇങ്ങനെ സമ്മേഷൻ ഓഫ് 1 by k factorial എന്ന് കിട്ടിയാൽ നമുക്ക് അതിനെ ഇ എന്ന് എഴുതാം. ഓൾസോ ഇ റേസ് ടു -1, എക്സിന് -1 കൊടുത്താൽ ഇങ്ങനെ വരും. ഇങ്ങനെ ഓൾട്ടർനേറ്റ് പോവുകയാണെങ്കിൽ -1 ഹോൾ റേസ് ടു k ഡിവൈഡഡ് ബൈ k ഫാക്ടോറിയൽ. അതിന്റെ വാല്യൂ 1/e ആണ്. അപ്പൊ ഇത് വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെ ഇവിടെ ഇപ്പൊ സമ്മേഷനിലെ പ്രശ്നം എന്താ? ഈ താഴെ k ഫാക്ടോറിയൽ ഓക്കെ ആണ്, പക്ഷെ അതിന്റെ മേലെ k × k + 1 വന്നു. അങ്ങനെ വരാൻ പാടില്ല. അപ്പൊ നമ്മൾ ഈ സമ്മേഷനെ നമുക്കൊന്ന് മാറ്റി എഴുതണം. സമ്മേഷൻ -1 റേസ് ടു k + 1 പിന്നെ k × k + 1 ബൈ k ഫാക്ടോറിയൽ. k × k + 1 ബൈ k ഫാക്ടോറിയൽ ഉണ്ട്. അതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. ഇങ്ങനെ എഴുതി. താഴെ എന്താണുള്ളത്? k ഫാക്ടോറിയൽ. ഇങ്ങനെ എഴുതി. ഇപ്പൊ മാറ്റമൊന്നും വന്നിട്ടില്ല. മേലെ k² + k ആണ്, അതിനെ -k + 2k എന്ന് എഴുതി. ഇതിനെ 2 ടേംസ് ആക്കി സ്പ്ലിറ്റ് ചെയ്യാം. k × k - 1 ബൈ k ഫാക്ടോറിയലും 1 to infinity 2k by 2 ഫാക്ടോറിയലും ആക്കി അതിന്റെ കൂടെ ഒരു -1 raised to k + 1 ഉണ്ടാവും. ഇങ്ങനെ 2 ടേംസ് ആക്കി സ്പ്ലിറ്റ് ചെയ്തു. ഇവിടെ ഈ k - 1 k കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്താവും? താഴെ k - 1 ഫാക്ടോറിയൽ ആവും. ആ k - 1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ, അതായത് ദിസ് ഇസ് ആക്ച്വലി k - 2 ഫാക്ടോറിയൽ ഇൻറ്റു k - 1 ഇൻറ്റു k. മേലെ എന്താണുള്ളത്? k യും k - 1ഉം വിത്ത് -1 raised to k + 1. അപ്പുറത്ത് നമ്മൾ k യും k ഫാക്ടോറിയലുമായിട്ട് ക്യാൻസൽ ചെയ്താൽ താഴെ k - 1 ഫാക്ടോറിയൽ വരും വിത്ത് -1 raised to k + 1. വിത്ത് -1 raised to k + 1. അപ്പോൾ ഇത് അങ്ങ് ക്യാൻസൽ ചെയ്യുന്നു. അപ്പൊ ഇവിടെ വരാൻ പോകുന്നത് k 1 to infinity ആണല്ലേ? k from 1 to infinity -1 raised to k + 1 divided by k - 2 factorial plus 2 1 to infinity -1 raised to k + 1 by k - 1 factorial. k - 1 factorial. ഇനി ഫസ്റ്റ് സമ്മേഷനിലെ ടേംസ് എഴുതി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ k 1 കൊടുക്കാൻ പറ്റില്ല. അപ്പൊ 1 - 2 ഫാക്ടോറിയൽ ആവും. ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഈ സമ്മേഷനിലെ കുറച്ച് ടേംസ്, ഫസ്റ്റ് കുറച്ച് ടേംസ് ഇൻവാലിഡ് ആവാൻ സാധ്യതയുണ്ട്. കാരണം നെഗറ്റീവ് ഫാക്ടോറിയൽ ഡിഫൈൻഡ് അല്ല. അപ്പൊ അത് എഴുതണ്ട. k = 2 മുതലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. 2 കൊടുക്കുമ്പോൾ എന്താവും? മേലെ എന്താവും? -1 raised to k + 1 തന്നെ അല്ലായിരുന്നോ പുറത്ത്? 2 കൊടുക്കുമ്പോൾ എന്താവും? മേലെ എന്താവും? മേലെ -1 raised to 3 by 0 ഫാക്ടോറിയൽ പ്ലസ് പിന്നെയോ 3 കൊടുക്കുമ്പോൾ -1 സ്ക്വയർ ബൈ 1 ഫാക്ടോറിയൽ -1 raised to 3 കൊടുക്കും -1 raised to 4 എന്ന് വെച്ചാൽ, അതായത് ഇത് നെഗറ്റീവ് വരും, ഇത് പോസിറ്റീവ് വരും, പിന്നെ നെഗറ്റീവ് 2 ഫാക്ടോറിയൽ അങ്ങനെ പോകും. ഓക്കെ, അപ്പുറത്തതിൽ +2 ഇൻറ്റു ഇതേപോലെ അവിടെ വരാൻ പോകുന്നത് k - 1 ഫാക്ടോറിയൽ 1 കൊടുക്കുമ്പോൾ
-1 by 0 factorial -1 by 0 factorial പിന്നെ 2 കൊടുക്കുമ്പോൾ അല്ല 1 കൊടുക്കുമ്പോൾ -1 സ്ക്വയർ വരും. 1 കൊടുക്കുമ്പോൾ -1 സ്ക്വയർ പിന്നെ -1 ക്യൂബ് 1 ഫാക്ടോറിയൽ അങ്ങനെ പോകും. ഇത് ആക്ച്വലി എന്താണെന്ന് അറിയും. ഇതിൽ നെഗറ്റീവ് പുറത്തെടുത്താൽ അത് 1 മൈനസ് 1 by 1 ഫാക്ടോറിയൽ 1 by 2 ഫാക്ടോറിയൽ അങ്ങനെ പോകും. ഇത് ആക്ച്വലി 1 by 1 0 ഫാക്ടോറിയൽ 1 ആണ്. പിന്നെ -1 by 1 ഫാക്ടോറിയൽ 1 by 2 ഫാക്ടോറിയൽ അങ്ങനെ പോകും. വിച്ച് ഇസ് ആക്ച്വലി ഞാൻ നേരത്തെ എഴുതിയിരുന്നു. അത് എന്താണ്? അത് 1 by e ആണ്. 1 minus 1 by 1 അത് എല്ലാം പ്ലസ് ആയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ e ആണ്. ഓൾട്ടർനേറ്റ് പ്ലസും മൈനസും ആയിട്ട് പോവുകയാണെങ്കിൽ 1 by e ആണ്. അപ്പൊ ദിസ് ഇസ് -1 by e. This is 1 by e. So total 1 by e. 2 by e minus 1 by e equal to 1 by e ആണ് ഈ സമ്മേഷന്റെ ആൻസർ. ഓപ്ഷൻ 2 ആണ് ആൻസർ.